മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിലെ കുറേ അധികം വ്യക്തികൾക്ക് ഭാരതീയ പൈതൃകം പഠിക്കാൻ പറ്റാതെ പോയത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വിധിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേറെ ചിലര് ഈ നാടിൻ്റെ പൈതൃകം പഠിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല 21ാം നൂറ്റാണ്ടിൽ നിന്ന് ധരിച്ചു പോകുന്നവരുമുണ്ട്. വേറെ ചിലര് ഇവിടെ ഉള്ളത് മുഴുവനും ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ കുറേ ഫിലോസഫിയും തത്വശാസ്ത്രവും മതവുമാണുള്ളത്. സം ഫിലോസഫി ആൻഡ് സം റിലീജിയൻ എന്നാണ് നെഹ്റു ഉപയോഗിച്ച വാക്ക്. അത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതാണെങ്കിൽ അന്ധവിശ്വാസ ജഡിലമാണ്, അത് സ്യൂഡോ സയൻസാണ്. അതിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് മാത്രമല്ല, മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരും ആ വിചാരത്തിനനുസരിച്ചിട്ട് ജനങ്ങളെ ധരിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നവരുമായിട്ടുള്ള കുറേ പേരുണ്ട്. ഇവർക്കെല്ലാം പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ വേറൊരു വിഷയം പറഞ്ഞിട്ട് ഇതിന് ഉത്തരം തരാം. ഗ്രീക്ക് സംസ്കാരത്തിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് അറിയാവുന്നവർ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ പഠിക്കണം. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഫ്രഞ്ചിൽ, റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ ഗ്രീക്ക് ഭാഷയിലുള്ളത് പഠിച്ച് പിന്നെ ഗ്രീക്ക് സംസ്കാരത്തെ വിലയിരുത്തണം. മഹാത്മാഗാന്ധിയെ വിലയിരുത്തണമെങ്കിലും മഹാത്മാഗാന്ധിയെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയത് മാത്രം വിലയിരുത്തിയാൽ പോരാ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മഹാത്മാഗാന്ധി എഴുതിയതും വിലയിരുത്തണം. നമ്മൾ ആരാധിക്കുന്ന വലിയ വലിയ ചില മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം നമ്മളൊന്ന് വിലയിരുത്തിയാൽ ചിലരുടെ കാര്യത്തിൽ നമുക്ക് വേദന തോന്നും, ചിലരുടെ കാര്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധം അവരെക്കുറിച്ച് മനസ്സിലാകാതിരുന്നതാണെന്ന് തോന്നും. വിശ്വഭാരതി എന്ന സർവകലാശാല സ്ഥാപിക്കാൻ രവീന്ദ്രനാഥ ടാഗോർ അനുഭവിച്ച വേദന നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ആ രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിക്കാൻ വേണ്ടി നെഹ്റു ആ സർവകലാശാല UGC ഏറ്റെടുത്തു, ഗവൺമെന്റ് ഏറ്റെടുത്ത് അവിടുത്തെ ജോലിക്കാർക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൊടുത്തതോടുകൂടി തകർന്നു പോയത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സർവകലാശാല എങ്ങനെ നടക്കണമെന്ന് ഞാൻ വിഭാവനം ചെയ്തോ അതിൻ്റെ നേരെ വിപരീതമാണ് സംഭവിച്ചത്, അത് ഗവൺമെന്റ് ഏറ്റെടുത്തതോടുകൂടി എന്ന്. അത് രവീന്ദ്രനാഥ ടാഗോർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് എഴുതിയിട്ടുള്ളവർ ആരും എഴുതിയിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ, അടുത്ത കാലത്ത് എനിക്കൊരു പുസ്തകം കിട്ടി. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പലരും പറഞ്ഞിരിക്കുന്നത്, സത്യത്തില് എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ അതിനോടൊപ്പം തന്നൊരു പുസ്തകമാണത്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഇത്രയും കാലം പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകങ്ങൾ വായിച്ചപ്പോഴും ഈ പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് വേദനയാ തോന്നിയത്. ഇത്രയും ഉജ്ജ്വലമായ അവതാരമായ നാരായണ ഗുരുദേവനെ കുറിച്ച് അതിനൊന്നും അഭിപ്രായം പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തികളുടെ അഭിപ്രായം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വേദന തോന്നി. ആരെങ്കിലും കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നവർക്ക് ആ വ്യക്തിക്കൊരു യോഗ്യത വേണ്ടേ? ശുദ്ധ രാഷ്ട്രീയക്കാരും കള്ളപ്പണത്തിന്റെ ഉടമസ്ഥന്മാരും അസത്യവും അധർമ്മവും അനീതിയും അന്യായവും സംഘടനയ്ക്കകത്തും പുറത്തും ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കുറേ വ്യക്തികളുടെ അഭിപ്രായമാണ് നാരായണ ഗുരുദേവനെ കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കണമെങ്കിൽ
ആദ്യം ആ പൈതൃകം എഴുതിയിരിക്കുന്ന ഭാഷ പഠിക്കണം. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉള്ളതിൽ 10% ഗ്രന്ഥങ്ങളെ ഇംഗ്ലീഷിലേക്കോ ഹിന്ദിയിലേക്കോ വിവർത്തനം ചെയ്തിട്ടുള്ളൂ. അത് വായിച്ച് പഠിക്കണമെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള അറിവ് വേണം. വരാഹമിഹിര ആചാര്യന്റെ പഞ്ചസിദ്ധാന്തിക പഠിക്കണമെങ്കിൽ ഭൂതസംഖ്യ, ഭാസ്കരീയ നമ്പർ സിസ്റ്റവും കടവയാതി നമ്പർ സിസ്റ്റവും പഠിക്കണം. അത് വിവരിക്കുന്ന പുസ്തകങ്ങൾ ഇന്നും ഇല്ല. നമ്മളുടെ കുറേ വ്യക്തികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, ഞാൻ പഠിക്കാത്തതും ഞാൻ അറിയാത്തതും ഞാൻ വായിക്കാത്തതും ഞാൻ ചിന്തിക്കാത്തതും ഒന്നും ഇന്ത്യയിൽ ഇല്ലെന്ന് ധരിച്ചവർ ജീവിക്കുന്നു. ഞാൻ എന്തെങ്കിലും വായിക്കാതിരിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, വായിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് വായിക്കാത്തതെന്ന് ഒരാൾക്ക് പറയാം. പക്ഷെ ചില ബുദ്ധിജീവികൾ വിചാരിക്കുന്നു വായിക്കാൻ പുസ്തകം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കാത്തതെന്ന്. അത് അവനവന്റെ പാപ്പരത്വമാണ്. ശരിക്കും ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവരും ജയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവരും അവരുടെ സംഘടനയും പതിറ്റാണ്ടുകൾ നിലനിന്നിട്ടും സമൂഹത്തിന് ഒരു പ്രയോജനവും ഇല്ലാതെ ഡെഡ് ബോഡി മാതിരിയാവുന്നത്. ഒരു പ്രയോജനവും ഇല്ലാത്ത കുറെ സംഘടനകൾ എന്തിയാ ഒരു പ്രയോജനം ഇല്ലാതെ വരുന്നു? നന്മകൾ പഠിച്ചു പഠിപ്പിക്കാനും അതിൽ തന്നെ തിന്മകളുണ്ടെങ്കിൽ അത് പഠിച്ച് ഇന്ന കാരണം കൊണ്ടാണ് തിന്മയെന്ന് സൂചിപ്പിക്കാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ ആദ്യം പഠിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന തിയറങ്ങൾ, സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന തിയറങ്ങൾ, അത് വേദത്തിലെ ഒന്നുമല്ല, അത് പുരാണത്തിലേ അല്ല, ഇതിഹാസത്തിലെയും അല്ല. അത് മലയാളത്തിൽ ഗണിതശാസ്ത്രം എഴുതുന്നു, തമിഴിൽ ഗണിതശാസ്ത്രം എഴുതുന്നു, കന്നഡ ഭാഷയിൽ ഗണിതശാസ്ത്രം, തെലുങ്കിൽ ഗണിതശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എഴുതുന്ന പോലെ സംസ്കൃത ഭാഷയിൽ ആത്മീയതയൊന്നുമില്ലാതെ എഴുതിയിരിക്കുന്ന, മതത്തിന്റെ മൂടുപടമില്ലാതെ എഴുതിയിരിക്കുന്ന ആ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചാൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇതേമാതിരിയുള്ള ബുദ്ധിജീവികൾക്ക് മനസ്സിലാവില്ല. അത് മാത്രമല്ല, സാധാരണക്കാരത് വായിക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഇങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന കുറേ അധികം വ്യക്തികൾ, എല്ലാത്തിനെയും തമസ്കരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സാധാരണക്കാർക്ക് അതറിയാത്ത സ്ഥിതിക്ക്, നമുക്കും അറിയാത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ളതൊക്കെ ഇല്ല എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചേക്കാം. ഉള്ളത് ഇവിടെ കുറെ മതവും തത്വശാസ്ത്രവും ആത്മീയതയുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ധരിച്ചോളും. ശരി, ആ സത്യത്തെ കുറെ കാലം മൂടി വെക്കാൻ സാധിക്കില്ല. ആരെങ്കിലുമൊക്കെ അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് വരും. ഇപ്പം നമ്മളുടെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിന് ഒന്നുകൂടി കോംപ്ലിമെന്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഗമഗ്രാമ മാധവാചാര്യർ എന്ന് പറയുന്ന 10-600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇരിങ്ങാലക്കുടക്കാരനായ മാധവാചാര്യർ എഴുതിയിരിക്കുന്ന യുക്തിഭാഷ എന്ന ഗ്രന്ഥത്തിലെ തിയറം, എത്രയാ തിയറം? ജെയിംസ് ഗ്രിഗറിയോ സർ ഐസക് ന്യൂട്ടണോ ല്യൂളറോ അവരൊക്കെ ജനിക്കുന്നതിന് 10-200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നതാ. പുതുമന സോമയാജി എഴുതിയിരിക്കുന്ന കരണപദ്ധതി എന്ന പുസ്തകം ഇന്നും അവൈലബിൾ ആണ്, മലയാളത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് വായിക്കണമെങ്കിൽ കടവയാതി നമ്പർ സിസ്റ്റവും ഭാസ്കര നമ്പർ സിസ്റ്റം, ഞാൻ പണ്ട് പറഞ്ഞിരുന്ന ഭൂതസംഖ്യ നമ്പർ സിസ്റ്റം, ഈ 2 നമ്പർ സിസ്റ്റവും പഠിക്കാതെ ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ കുറേ അധികം നമ്മുടെ നാടിനെ നിഷേധിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം, ഈ നാട്ടിലുള്ളത് അവര് കണ്ടതും കേട്ടതും മാത്രമാണെന്ന് പറയാം. ആലപ്പുഴയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഒരാളാണെന്ന് വിചാരിക്കാം. ആ ഗ്രാമം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അയാൾക്ക് ഞാൻ ഡൽഹി എന്ന് പറഞ്ഞാലോ കൽക്കട്ട എന്ന് പറഞ്ഞാലോ ന്യൂയോർക്ക് എന്ന് പറഞ്ഞാലോ വാഷിങ്ടൺ എന്ന് പറഞ്ഞാലോ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അയാൾ ജീവിച്ചിരിക്കുന്നത് കുട്ടനാട്ടിലെ ഒരു ഗ്രാമത്തിനകത്ത് ഒരു വള്ളവും വെച്ചുകൊണ്ട് മത്സ്യവും പിടിച്ചുകൊണ്ട് കുറച്ച് കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടാണ്. അത് അയാളുടെ തെറ്റല്ല. അയാൾക്ക് പുറത്തേക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ അയാളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അയാൾക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങളോ കാഴ്ചകളോ കാണാനോ പഠിക്കാനോ താല്പര്യമില്ലായിരിക്കാം. അതുകൊണ്ട് അതൊന്നും അയാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ അയാൾ കണ്ടത് മാത്രമാണ് ലോകം എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ശരിക്ക് ചിലപ്പോൾ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, വാലാട്ടി പക്ഷി എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി ഉണ്ടെന്ന് തോന്നുന്നു.
അത് വിചാരിക്കുമത്രേ എൻ്റെ വാലിങ്ങനെ ആടുന്നത് കൊണ്ടാണ് ഭൂമി കറങ്ങുന്നത് എന്ന്. ഏതായാലും ആ പക്ഷിക്ക് അങ്ങനെ വിചാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ പക്ഷി അതാണ് സത്യമെന്ന് ലോകത്തിലെ ഓരോരുത്തരോട് പറഞ്ഞു നടക്കുകയാണെങ്കിൽ അത് പാപ്പരത്വമാണ് എന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആദ്യം ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നവര് ഈ നാട്ടിൽ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് പഠിക്കണം. ഞാൻ പഠിച്ചതും ഞാൻ അറിഞ്ഞതും ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ അംഗീകരിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും മാത്രമാണ് സത്യമെന്നും അത് മാത്രമാണ് ശാസ്ത്രമെന്നും ബാക്കിയൊക്കെ സ്യൂഡോ ശാസ്ത്രമാണെന്നും നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കരുത് എന്നും പറഞ്ഞിറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേൾക്കാൻ പൈസ കൊടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയ 10-25 പേരെ കാണുള്ളൂ. അതാണ് ചില സംഘടനകൾക്ക് പറ്റുന്ന അബദ്ധം. ആ സംഘടനകൾ ഒന്നുകൂടി ചിന്തിക്കണമെന്ന് പറയുന്നു. ഒരു 19 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അവർക്ക് എന്ത് നേടാൻ സാധിച്ചു? എത്ര സ്ഥാപനങ്ങൾ, എത്ര അനുയായികൾ, എത്ര ശാഖകൾ, എത്ര മനുഷ്യരിൽ മാറ്റം, ഇതൊക്കെ എത്ര സാധിച്ചു എന്നുകൂടി ടാഞ്ചിബിൾ പാരാമീറ്ററിൽ നമ്പറിൽ ഒന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നു. അടഞ്ഞ മനസ്സോടുകൂടിയല്ല, തുറന്ന മനസ്സോടുകൂടി. അതാണ് സാധിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചിലത് യൂട്യൂബിൽ പറയുമ്പോൾ ചിലര് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഇഡിയറ്റ്, യൂസ്ലെസ്, ഫൂൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ 3-4-5 വാക്കുകൾ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്തിയാൽ ഈ വാക്കുകൾ ഏറ്റവും യോജിക്കുന്നത് ആർക്കാണ് എന്നുകൂടി മനസ്സിലാക്കാൻ ധന്യമായിട്ട് സാധിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ഗ്രാമങ്ങളും കേരളത്തിൽ മാറുന്നുണ്ട്. ഓരോ മുനിസിപ്പാലിറ്റിയും ജില്ലയും കേരളവും അടിമുടി മാറുന്നുണ്ട്. ഭാരതവും അടിമുടി മാറുന്നുണ്ട്. സാമ്പത്തികമായി മാറുന്നുണ്ട്, മാനസികമായി മാറുന്നുണ്ട്, അതേപോലെ അക്കാഡമിക്കലി മാറുന്നുണ്ട്, സ്പിരിച്വലി മാറുന്നുണ്ട്. ഹിന്ദു ധർമ്മത്തിൻ്റെ അഗാധ തത്വങ്ങളിലേക്ക് ജനങ്ങളെ ഇറങ്ങിച്ചെല്ലുന്ന ധന്യമായിട്ടുള്ള മാറ്റം ത്രൂ ഔട്ട് കാണുന്നുണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് നമ്മുടെ പൈതൃകത്തിലെ നന്മകൾ എടുക്കാനും 10,000 എണ്ണി പഠിക്കാനായിട്ട് വരുന്നുണ്ട്. എണ്ണമല്ല കാര്യമെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. എങ്കിലും ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും 2 ദിവസം മുമ്പ് അമേരിക്കയിലെ പ്രസിഡന്റായി ചാർജ് എടുത്ത വ്യക്തിയും ജനങ്ങളുടെ എണ്ണത്തിൽ വോട്ട് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് കൂടി എണ്ണത്തിന്റെ കാര്യം വലുതല്ല എന്ന് പറയുന്നവർ ചിന്തിക്കുമെന്ന് ധരിക്കുന്നു. പ്രണാമം, നമസ്കാരം.